ഓക്കെ, നമ്മൾ അടുത്തൊരു പ്രോഗ്രാം സെഷൻ എന്ന് വെച്ചാൽ ക്വിസാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല ക്വിസ്? ഇഷ്ടമില്ല. ഓക്കെ, ജനറൽ നോളജ് ഇല്ലാത്തവർക്ക് ഇഷ്ടമില്ലായിരിക്കും അല്ലേ? ഓക്കെ, ഇസ്ലാമിക്കും ജനറൽ നോളജും ഒക്കെ മിക്സ് ആയിട്ടുള്ള ക്വിസാണ്. അപ്പോൾ വൾഡിയേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ ക്വിസിന്റെ റൂൾസ് എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ ചോദ്യം ചോദിക്കും. ആ ചോദ്യം അറിയുന്നവർ കൈവന്തിച്ചാൽ പോരാ, അത് എഴുതുകയും പോണം. എഴുതിയിട്ട് എന്ത് ചെയ്യുക? കൈവന്തിക്കുക. റെഡി അല്ല? നിങ്ങൾക്ക് നോട്ട് പാഡില്ലേ? ആ നോട്ട് പാഡ് കാലിയല്ലേ? അല്ല, കാലിയല്ല ബോയ്സ്, കാലിയല്ല. കുറെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലേ? അത്തന്മിയ നല്ല ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും, പിന്നെ 2-3 ചിത്രമൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പോവാണ്. റൂൾസ് ഞാൻ പറഞ്ഞു. ഉത്തരം അറിയുന്നവർ എന്ത് ചെയ്യണം? കൈ പൊന്തിച്ചാൽ പോരാ, ആൻസർ എഴുതിയിട്ട് കൈ പൊന്തിക്കണം. അപ്പൊ ആരെ ഫസ്റ്റ് കൈ പൊന്തിക്കുന്ന 5 ആൾക്കാർക്ക് എന്ത് ചെയ്യുക? പോയിന്റ് ഉണ്ടാവുക. ഫസ്റ്റ് കൈ പൊന്തിക്കുന്ന 5 ആൾക്കാർക്ക്, ബോയ്സിലും ഗേൾസിലും, ടോട്ടൽ 10 ആൾക്കാർക്ക്. ഓക്കെ അല്ലേ? കാരണം നമുക്ക് 200 കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് ഒരാളെ ആൻസർ കണ്ടെത്തുക എന്നുള്ളത് എന്താണ്? കുറച്ച് റിസ്ക് ആണ്. ചിലപ്പോൾ കൈ പൊന്തിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ടാവും? അപ്പുറത്ത് മറ്റോനും അതേ ടൈമിൽ മറ്റേ നമ്മളെ ഇത് കാണിക്കൂല, എന്ത് റീപ്ലേ കാണിക്കൂല ഫുട്ബോളിലൊക്കെ, ജസ്റ്റ് മിനിറ്റ്, 1 സെക്കൻഡിന് ഇങ്ങനെ കൈ പൊന്തിച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ക്വിസ് ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 5 ആൾക്കാർക്കാണ് ആൻസർ പറയാനുള്ള അവസരം ഉണ്ടാവും ഓരോ ക്വസ്റ്റ്യനും. ആ 5 ആൾക്കാർ എഴുതിയിരിക്കണം, വൾഡിയേഴ്സിന് കാണിച്ചു കൊടുക്കുക. ഞാൻ ഇവിടുന്ന് ആൻസർ പറയും, അത് ശരിയാണെങ്കിൽ അതിന് ശരി ഇട്ട് കൊടുക്കുക. വൾഡിയേഴ്സിന്റെ കയ്യിൽ പെന്നുണ്ടാവില്ല, എല്ലാവരുടെ കയ്യിലും പെന്നുണ്ടാവില്ല. ഓക്കെ ടീച്ചേഴ്സ്, എല്ലാവരുടെ കയ്യിലും പെന്നില്ലേ? ജസ്റ്റ് കൈവെക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? ആ നോട്ട് പാഡ് എഴുതിയിട്ട് ശരിയാ നോക്കുക. 2 തവണ ആൻസർ എഴുതാനുള്ള അവസരം ഉണ്ടാവില്ല. വെട്ടിയിട്ട് ആൻസർ എഴുതിയാലും പരിഗണിക്കണ്ട. ഇനിയിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന് എന്നാലും വെട്ടിപ്പോയി പരിഗണിക്കൂല. ഓക്കെ അല്ല? എന്നാ തുടങ്ങാം. റെഡി അല്ല? നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഓക്കെ, ക്വിസിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടൊക്കെ പറഞ്ഞു, എന്നാലും കുറച്ചു നേരം എന്ത് ചെയ്യാ? സഹിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഖുർആനിൽ പ്രവാചകന്മാരുടെ പേരിൽ ഒരുപാട് സൂറത്തുകളുണ്ട് അല്ലേ? എന്നാൽ ഒരു പ്രവാചകന്റെ ചരിത്രം മുഴുവൻ പറയുന്ന ഒരു സൂറത്തുണ്ട്. ഏതാ സൂറത്ത്? അതെന്നെ അറിയില്ലേ? അത് ക്ലൂ ആണ്. പറഞ്ഞോ? സൂറത്തു യൂസുഫ് അല്ലേ? ആ യൂസുഫിൽ അതിന് മുമ്പ് ഒറ്റ കാര്യം ഞാനത് വിട്ടുപോയതാണ്. നേരത്തെ ആൻസർ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞാൻ 2 ആൻസറാണ് കേട്ടത്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആൻസർ പറഞ്ഞുതരാ. അയ്യോ വളണ്ടിയറാ, പരിഗണിക്കൂല. ഫിംഗർ പ്രിന്റ് ആൻസർ പറഞ്ഞുതരാ, അത് പരിഗണിക്കൂല. അപ്പൊ പോട്ടെ. അതിന് മുമ്പ് ആൻസേഴ്സ് ഇല്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. വളണ്ടിയേഴ്സിനെ തൽക്കാലം പരിഗണിക്കണ്ടല്ലേ? വളണ്ടിയേഴ്സ് ആൻസർ പറഞ്ഞാൽ പരിഗണിക്കണ്ടല്ലോ. വളണ്ടിയേഴ്സിന് ഉച്ചക്കത്തെ ചോറിന് സ്പെഷ്യൽ കഷ്ണം ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ സൂറത്ത് യൂസുഫിലാണ് പ്രവാചകന്റെ ചരിത്രം പറഞ്ഞത്, യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞത്. ആ സൂറത്ത് യൂസുഫിൽ എത്ര തവണ യൂസുഫ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്ത് പറഞ്ഞിട്ടുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ചുരുങ്ങിയ സെക്കൻഡ്. ഫസ്റ്റ് എഴുതിയവർക്ക് കൈവന്തിക്കാം, എഴുതി കഴിഞ്ഞവർക്ക് കൈവന്തിക്കാം. 5 ആൾക്കാർ എഴുതി കഴിഞ്ഞവർക്ക് എഴുന്നേറ്റുന്നോ? കൈവന്തിച്ചാൽ ചിലപ്പോൾ കാണൂല. 5 ആൾക്കാരായാൽ നിർത്താം. ഗേൾസ് ആരും ഇല്ലേ? എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു നമ്പർ എഴുതിക്കോ, ചിലപ്പോ ലെക്കിന് കിട്ടും. 2 3 4 5 മതി. ഓക്കെ, ഓല ആൻസർ ആടെ പറയല്ല. ഗേൾസ് ഒറ്റൊരാളേ ഉള്ളൂ. എണീറ്റുന്നോ? 2 ആൾ, 3 ആളായി, 4 ആളായി, 5. ഓക്കെ, പോയി 5 ആളായിരുന്നു. ഓക്കെ, ഇനി വളരെ സമയം ആൻസർ നോക്കണേ. ആൻസർ എത്രയാ? ഒരു മൈക്ക് അവർക്കാർക്കും കൊടുത്ത് അവരുടെ ആൻസർ പറഞ്ഞ രസം ഉണ്ടാവും. അവളൊരു മൈക്ക് ഈ ഗേൾസിന്റെ ഭാഗത്തോട്. 12. അടുത്ത ആള് 12. SSLC പരീക്ഷ ഒരു കോപ്പി അടിയാവോ? 6. ഗേൾസ് മൈക്ക് കിട്ടിയില്ലേ? 20. ഒരാളാരാ പറഞ്ഞോ? 5 പറഞ്ഞോ? 7. 10.
എത്ര? 25. ഓക്കെ, ഇരുന്നോളി. ആൻസർ എത്രയാന്ന് വെച്ചാൽ 12ാമത്തെ സൂറത്താണ് യൂസുഫ്. പക്ഷെ ആൻസർ 25. എത്രയാണ്? 25 തവണ എന്തുണ്ട്? യൂസുഫ് എന്നുള്ള പേര് പറഞ്ഞു. ബാക്കിയൊക്കെ ലക്കിൽ എഴുതിയായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ ഇവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓഡിയൻസിന് ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കുട്ടി എന്ത് ചെയ്തു? ആൻസർ അത് നോട്ട് ചെയ്യണേ, പേര് നോട്ട് ചെയ്യണം. ഓക്കെ, ഒരു പോയിന്റ് അത് നോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഓളെ ഇതിലൊരു ശരി ഇട്ടാൽ മതി. ഓക്കെ, ആ പേര് പറഞ്ഞു. അന്ന് പേരെന്താ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാളുണ്ടാ? ഓക്കെ, അത് ആദ്യത്തെ 5 എഴുന്നേറ്റുന്നാ? ഇല്ലല്ലോ, ഉണ്ടോ? ഓക്കെ, അതാണ് റൂൾസ്. ആദ്യത്തെ 5 പെട്ടെന്ന് എഴുതി കഴിയണം. നമുക്ക് അടുത്തല്ലോ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്തത് ജസ്റ്റ് ഒന്ന് ഇസ്ലാമിക് മാറ്റിപ്പിടിച്ച് ജനറൽ ക്വസ്റ്റ്യൻ ആക്കിയാലോ? അല്ല, ജനറൽ ക്വസ്റ്റ്യൻ ഇഷ്ടമല്ല. ഓക്കെ, എന്നാൽ നമ്മളെ കയ്യിലൊക്കെ ഇപ്പൊ നിങ്ങളെ കയ്യിലുണ്ടാവില്ല ഈ സാധനം ഉണ്ടല്ലോ, ഇല്ലേ? ഫോണ് കണ്ടുപിടിച്ചതാരാ? അതല്ല ചോദ്യം. ഫോൺ കണ്ടുപിടിച്ചതാരാ? അതും അറിയില്ലേ? നിങ്ങൾക്ക് ഞാൻ ക്ലൂ തരാന്ന് വിചാരിക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വലിയ റിസ്ക് ആണല്ലോ. അയ്യോ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അതൊന്ന് നോട്ട് ചെയ്തോട്ടാ. ആൻസർ പറഞ്ഞത് ഇതല്ല, എന്നാലും സെപ്പറേറ്റ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ. നമ്മൾ ഈ ക്വിസ് അല്ലാത്ത നിങ്ങൾ ആക്റ്റീവായിട്ട് കുറെ ആൻസർ പറയൂലേ, അതിനെന്തുണ്ട്? ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡ് ഉണ്ട്. ഈ ഒരു ബോയ്സിനുണ്ടോ ഗേൾസിനുണ്ടോ? ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡ്. എല്ലാത്തിനും എന്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യം ഇതാണ്, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര്? മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര്? ഭാഗ്യത്തിന് നിങ്ങളെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂല? സെർച്ച് ചെയ്യൂല. അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാരായ ആൾക്കാർ എന്ത് ചെയ്യും? നൈസായിട്ട് സെർച്ച് ചെയ്യും. ഹൂ ഈസ് ദ ഇൻവെന്റർ ഓഫ് മൊബൈൽ ഫോൺ? ആൻസർ എഴുതിയവർക്ക് നിൽക്കാം. 12:45 വരെ ആയിരിക്കും നമ്മുടെ സമയം. അതുവരെ ആൻസർ പറയുന്നത്, അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തുടർന്നു. ഇത്ര എണ്ണം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ആരില്ല പടച്ചാമ്പുരാന് ഇത്ര കാലം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത് ആരാ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇത്ര മനസ്സിലായിട്ടില്ല. ആരുമില്ല. ഗേൾസ് ആരുമില്ലല്ലോ. ഓക്കെ, നേരത്തെ വൾഡിയസിന്റെ ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു. വൾഡിയസ് ഇല്ല. ഇവിടെ ബോയ്സ് വൾഡിയസ്. ഫോൺ കണ്ടുപിടിച്ചത് ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല. ടെസ്ല ഒരു കമ്പനി അല്ലേ, ഇലോൺ മസ്കിന്റെ? അതല്ല. ഓക്കെ, എന്നാ ആൻസർ പറയട്ടെ. അപ്പൊ ആർക്കില്ല. അപ്പൊ എന്റെ പേര് എഴുതിക്കട്ടെ, ക്വിസ് മാസ്റ്റർ ഫാസിൽ. എഴുതിച്ചു. എനിക്ക് മാർക്കുണ്ട്. ഓക്കെ, മാർട്ടിൻ കൂപ്പർ. ആരാണ്? മാർട്ടിൻ കൂപ്പർ. ഈ ക്വിസ് എന്ന് പറയുന്നത് ഒന്ന് മത്സരിക്കാനാണ്, രണ്ടാമത്തെ എന്താ? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ മൊബൈൽ കണ്ടുപിടിച്ചാരാ? മാർട്ടിൻ കൂപ്പർ. ഓക്കെ, അങ്ങനെ അറിവ് നേടാനും കൂടിയാണ്. ഇനി അടുത്തൊരു പ്രോഗ്രാമിനാണ് ആദ്യം നിങ്ങൾ എണീക്കും മൊബൈൽ കണ്ടുപിടിച്ചതാരാ? മാർട്ടിൻ കൂപ്പർ. ഓക്കെ, അടുത്തതും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. കുറച്ച് സയൻസ് ബോധമൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. ആദ്യമായി സ്പേസിലേക്ക്, ബഹിരാകാശത്തേക്ക് പോയ വ്യക്തി ആര്? ആദ്യമായി സ്പേസിലേക്ക്, വളരെ സഹിക്കില്ല, സ്പേസിലേക്ക് ബഹിരാകാശത്തേക്ക് പോയ വ്യക്തി ആര്? എണീറ്റുന്നോ? 5 ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്താൽ മതി. 5 ഇരിക്കും. ഓക്കെ, 5 5ഇല്ല. അപ്പൊ 6 ആവൂലേ? ഓക്കെ, ഇനി ആൻസർ തെറ്റി നമുക്ക് പരിഗണിക്കാം. ഓക്കെ, റെഡിയല്ല? ഇനിയില്ല, ചാൻസ് കഴിഞ്ഞു. 5 ആളെയാ? 5 ആളെ. ഓക്കെ, ആ മൈക്ക് ഒന്ന് എടുത്തോ. മൈക്ക് ആൻസർ പറഞ്ഞോ. യൂറി ഗഗാറിൻ. എല്ലാരും അതാണ് എഴുതിയ? അല്ല, ഒറ്റ യൂറി ഗഗാറിൻ. വേറെ ആൻസർ എഴുതിയതല്ല, അത് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പെട്ടെന്ന് എഴുതിയോ.
യൂറി ഗംഗാറിൻ എല്ലാത്ത ആൻസർ ഉണ്ടോ? ആരാ? നീൽ ആംസ്ട്രോങ്. ഓക്കെ, നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്. ബാക്കിൽ നീൽ ആംസ്ട്രോങ്. ഓക്കെ, ഇവലിരുന്നാ പറഞ്ഞോ. നീൽ ആംസ്ട്രോങ്. ഗേൾസ് ബാക്കി ആരെങ്കിലും? നീൽ ആംസ്ട്രോങ്. എല്ലാവരും നീൽ ആംസ്ട്രോങ്ങാ? ഉറപ്പാ? എല്ലാവരും നീൽ ആംസ്ട്രോങ് എഴുതിയാ? ഇല്ല, ഏതാ? ഒരാൾ എതിരാണ്, യൂറി ഗഗാറിനാണ്. ഓക്കെ, ആൻസർ ഈസ് യൂറി ഗഗാറിൻ, റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ യൂറി. നീൽ ആംസ്ട്രോങ് എവിടെയാ പോയത്? മൂണിലാണ്, ചന്ദ്രനിലാണ്. ഓക്കെ, പേര് നോട്ട് ചെയ്തില്ല? ഗേൾസിൽ ഒരാളുണ്ട് ബാക്കിൽ, ആ പേരെന്ന് പറഞ്ഞു കൊടുക്കണേ. വൽഡിയസ് ഇവിടെ പാസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, പ്രശ്നമില്ല. ഇനിയും ഉണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് നടത്താനുള്ള അവസരമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അപ്പുറത്ത് ഒരു നോട്ട് ചെയ്തിട്ടുണ്ട്, ബേക്കിലാണ്, ഏറ്റവും ബേക്കിലാണ്. ആ പേരൊന്ന് ഇവർ പാസ് ചെയ്യണേ. നോട്ട്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മളൊക്കെ മുസ്ലിങ്ങളായിട്ടാണ് ജനിച്ചത് അല്ലേ? എല്ലാവരും മുസ്ലിങ്ങളെ, ഒരു ഉമ്മയും എന്താണ് മുസ്ലിമായിട്ടാണ് ജനിച്ചത്. അപ്പോൾ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം എത്തി, എല്ലാവരും ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് വരികയാണ് അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്തു? മക്കയിൽ നിന്ന് എവിടത്തേക്ക് പോയി? മദീനയിലേക്ക് ഹിജ്റ പോയില്ലേ? അങ്ങനെ ഹിജ്റയ്ക്ക് ശേഷം ജനിച്ച ആദ്യത്തെ കുട്ടി, അതായത് മുസ്ലിമായി ജനിച്ച ആദ്യത്തെ കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു എഴുതിയെടുക്കണ്ട, അതല്ല. അതെന്താണ്? ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ്. ഇത് മുസ്ലിമായിട്ട് തന്നെ ജനിച്ച കുട്ടി. നമ്മളിപ്പോൾ മുസ്ലിം അല്ലേ? നമ്മൾ ആരെങ്കിലും പിന്നെ ജനിച്ച ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹു അതൊക്കെ ചൊല്ലിയിട്ടാണോ തശ്ഹീദ് അല്ലെ കലിമത്ത് എഴുതിക? ഇല്ല. മുസ്ലിമായി ജനിച്ച ആദ്യത്തെ കുട്ടിയാണ്. ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് മുസ്ലിമായി ജനിച്ച ആദ്യത്തെ കുട്ടിയാണ്. വൾഡേഴ്സ് ആയില്ല, വൾഡേഴ്സ് കൈമത്തിക്കാനായിട്ടില്ല. ഒരാള്. ഓക്കെ, ഒരാളേ ഉള്ളൂ. ഏതെങ്കിലും സ്വഹാബീന്റെ പേരറിയില്ലേ? എഴുതിക്കോ. നേരത്തെ കിട്ടിയ പോലെ 12, 25 എഴുതിയില്ലേ? കിട്ടും ചിലപ്പോ. പക്ഷേ വളരെ ക്ലൂ തരാം. ഇതൊരു കുറച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള, എന്താ പറയുക, നല്ല യൂസ് ഉള്ളൊരു പേരാണ്. അതുകൊണ്ട് ഒന്നിലേറെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ നെയിം നോക്കൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പേരാണ്. വേറെ ആരുമില്ല? ഒരാളല്ലോ? രണ്ടാളുണ്ട്. ഓക്കെ, ആൻസർ പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുള്ള. ഹസൻ. സാദ് ബിൻ അബി വക്കാസ്. ആൻസർ അബ്ദുള്ളയാണ്. അതാ പറഞ്ഞു, വളരെ ഇതായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു സുബൈറാണ്. അത് ഫുൾ നെയിം ആയാലും അതിൻ്റെ പൂർണ്ണമാവും. അബ്ദുല്ലാഹിബ്നു സുബൈർ ആണ് ഇസ്ലാമിൽ ജനിച്ച, മദീനയിൽ ഇസ്ലാമിൽ ജനിച്ച ആദ്യത്തെ കുട്ടി. മുസ്ലിമായിക്കൊണ്ട് തന്നെ ജനിച്ച ആദ്യത്തെ കുട്ടി. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തില്ല? നെക്സ്റ്റ്, ജനറൽ നോളജ് ആണോ ഇസ്ലാമിക് ആണോ? നിങ്ങളെല്ലാം ജനറൽ നോളജിൻ്റെ ആൾക്കാരാ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരം അതിലാണ് അല്ലേ? ജനറൽ നോളജ് കൂടുതൽ വിവരമുള്ളതാണല്ലോ പറഞ്ഞത്. അപ്പം ഇസ്ലാമിക് ചോദിക്കാം. ഓക്കെ, എന്നാൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സാധനം ചോദിക്കാം. പിന്നെ ലോകത്ത് 3 തരം മതങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയാ? ഇസ്ലാം, ക്രിസ്ത്യൻ, ഹിന്ദുയിസം അല്ല, അതുകൊണ്ട് അത് വേറെ ഏരിയല്ലോ. ഓക്കെ, ഈ 3 മതങ്ങൾക്ക്, അതായത് ഇസ്ലാം, ക്രിസ്ത്യൻസ്, അതുപോലെ ജ്യൂസ് അല്ല, ഓക്കെ, ജ്യൂസ്, ഈ 3 മതവിഭാഗങ്ങൾക്കും ഒരേപോലെ പുണ്യമായ ഒരു സ്ഥലമുണ്ട്. ഈ 3 മതവിഭാഗങ്ങൾക്കും ഒരേപോലെ പുണ്യമായ ദ ഹോളി ലാൻഡ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. 2 ആൻസർ എഴുതിയാൽ അത് ശരിയാകും, 2 പേര് എഴുതിയാലും ശരിയാകും. 2 പേരുണ്ട്. ഒന്ന് മൊത്തത്തിൽ പറയാം, അല്ലെങ്കിൽ ആ സ്ഥലം മാത്രം പറയാം. ആ രാജ്യം എഴുതിയാലും മതി. ഹോളി ലാൻഡ്, വിശുദ്ധ സ്ഥലം, 3 മതക്കാരുടെ വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ പേര് എഴുതിയാലും മതി, എന്നാലും ആൻസറാണ്.
ഓക്കെ, 5 അല്ല 5 എന്ന് പറയുമ്പോൾ പിന്നെ കുറെ. ആദ്യത്തെ 5 എണ്ണട്ടാ. ഇതിപ്പോ കുറെ ആളുണ്ടല്ലോ. ബേക്കിൽ ആദ്യം എണീറ്റുന്നു. അപ്പൊ എത്ര? 3, 4, 5. ആ കുട്ടി ഇപ്പൊ തൽക്കാലം ലാസ്റ്റ് അല്ല എണീറ്റ. ഒരു പിന്നെ ഇത് ചോദ്യമല്ല കേട്ടോ. ഇനി ഉത്തരം എഴുതണ്ട. ഒരു കടലാസ് ഇങ്ങനെ വന്നിട്ടില്ല, നിങ്ങളെ പേരോ അങ്ങനെ എന്തോ എഴുതാനല്ലേ? അത് എവിടെത്തി? ഒന്ന് കൈ വന്ന് ചേടെത്തിന്ന്. ഒന്ന് സ്പീഡായിട്ടൊന്ന് എഴുതണേ കേട്ടോ. ഓക്കെ, ആൺകുട്ടിയൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടോ? എവിടെത്തി? ഇവിടെ മുതലേ തുടങ്ങിയതാ? ഓക്കെ, എല്ലാവരും പേര് എഴുതണം കേട്ടോ അതിൽ. ഓക്കെ, ആൻസർ പറഞ്ഞു. ആക്കില്ല, എപ്പം ബോയ്സിന് ചാൻസ് കൊടുക്കും. ഗേൾസ് പറഞ്ഞു. മൈക്കില്ലേ? മൈക്കില്ലേ പറഞ്ഞോ. ഈജിപ്ത്. നെക്സ്റ്റ്. ഫലസ്തീൻ. നെക്സ്റ്റ്. മൈക്കിൾ പാസ് ചെയ്ത. ഇസ്രായേൽ. നെക്സ്റ്റ്. നീ പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. പലസ്തീൻ. ജെറൂസലം. ഫലസ്തീൻ. ജെറൂസലം. ഇസ്രായേൽ. ആൻസർ ഈസ് പലസ്തീൻ ആൻഡ് ജെറൂസലം. ജെറൂസലമാണ് ആ ഒരു ഏരിയ നിൽക്കുന്നത്. അത് നിൽക്കുന്ന സ്ഥലം ഏതാണ്? രാജ്യം ഏതാണ്? പലസ്തീൻ. പലസ്തീൻ പറഞ്ഞാലോ, ഒന്ന് പേര് കൊടുക്കട്ടോ. പലസ്തീൻ പറഞ്ഞു. നോട്ട് ചെയ്യില്ല. പെൺകുട്ടികളുടെ പേര് നോട്ട് ചെയ്യുന്നില്ല. ഉണ്ട്. ഓക്കെ, നമുക്ക് വിജയിനെ പ്രഖ്യാപിച്ചാലോ? വേണ്ടല്ലേ? കുറച്ചും കൂടി കേട്ടെ. ഓക്കെ. എന്നാ അടുത്ത ചോദ്യം. ഇത് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ചിലർക്ക് അറിയായിരിക്കും. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും അറിയില്ല. ഇതുവരെ ആൻസർ ഒന്നും എഴുതാൻ ശ്രമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. അപ്പം നിങ്ങളൊന്നും എന്തല്ല, ഉഷാറില്ലാത്തവരല്ല. ശ്രമിക്കണമല്ല, വെറുതെ എഴുതി നോക്കുക, ലക്കിന് കിട്ടും. അങ്ങനെയുണ്ട്. അതേപോലെ ലക്കിന് കിട്ടാനുള്ള ഒരു ചാൻസ് ഇതിനുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്? അതല്ല ചോദ്യം. എത്ര ഉണ്ട്? 20? കേൾക്കില്ല. 24? 28? ബോയ്സ് എതിര് പറ. ഓല് 28 പറഞ്ഞ്, ഒന്ന് കൂട്ടി പറ. 29 അല്ല, 28 ഇടും. ആ കാശ്മീരിന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് എന്താക്കി, പിന്നെ 28ലേക്ക് തന്നെ പോയി. 29 ആയിരുന്നു ഒരു സമയത്ത്. ഓക്കെ, ചോദ്യം അതല്ല. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? അതുമല്ല ചോദ്യം. അത് നിങ്ങളെല്ലാവരും ഇതൊന്നും അറിയില്ല. 14 ജില്ല അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. അങ്ങനെ കുറേ ജില്ല ഉണ്ടല്ലേ. തമിഴ്നാട്ടിലുണ്ട് 38 ജില്ല ഉണ്ട്. കർണാടകയിലുണ്ട്. ഗോവയിൽ എത്ര ജില്ല ഉണ്ട് അറിയോ? ഗോവയിൽ 2 ജില്ല ഉണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലല്ലേ? ഇന്ത്യയിലെ ഏറ്റവും, അതെന്നെ പരിഗണിക്കുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും ചെറിയ ജില്ല എന്നൊക്കെ പരിഗണിക്കുന്നുണ്ട്. എന്നാലും അത് പോട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. മാഷാല്ലാ, 2 ആൾക്കാർ എണീറ്റുന്നു. ബോയ്സ് ഏതെങ്കിലും ഒരു ജില്ല എഴുതിക്കോ. ഞാനൊരു ക്ലൂ തരാം. ഞാനത് ആൻസർ പറഞ്ഞാൽ ഇതാണോ നിങ്ങൾ ചോദിക്കും. ബട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയും ക്ലൂ വേണോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന പേര് കേട്ടാ അറിയുന്ന, അങ്ങനെ ഏതെങ്കിലും ധോലക്പൂരില് അല്ലെങ്കിൽ ഗുജറാത്തിലൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന പരിചിതമായിട്ടുള്ളൊരിതാണ്. ഓക്കെ, ബോയ്സ് ആരുമില്ല, നാണം കെടുവേ. ഗേൾസ് 5 ആൾ എണീറ്റുണ്ട്. 5 ഇല്ല, 4. അയ്യോ 5. ബോയ്സ്, ഗേൾസ് 5. ഓക്കെ ഓക്കെ, ബോയ്സ് അറ്റത്ത് തുടങ്ങി. ആൻസർ പറഞ്ഞോളൂ. ആലപ്പുഴ. ഏതാ? സെയിം.
ആലപ്പുഴ 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 5 ആലപ്പുഴ. മാഹി. മാഹി. നെക്സ്റ്റ് ഗോവ. ഗോവ. ഗോവ ജില്ലക്കാ പറഞ്ഞോ. ഗോവ. 2 ഗോവ ജില്ലകൾ വന്നിട്ടുണ്ട്. 3 ഗോവ, 4 ഗോവ, 1 മാഹി. വെറൈറ്റി ആണ് കേട്ടോ ഗേൾസിന്റെ ആൻസർ. എന്നാലേ നിങ്ങൾ ആരും ചിരിക്കണ്ട. മാഹി നേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ? മാഹി ഒരു ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി ഡിസ്ട്രിക്റ്റ് ആണ്. പുതുച്ചേരി സ്റ്റേറ്റിൽ പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹിയാണ്. ആൻസർ അറിയല്ലേ? അല്ല, മാഹി അറിയില്ലേ? പക്ഷെ അതൊരു ജില്ല എന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. മാഹി ഒരു ജില്ലയാണ്. അത് കേരളത്തിലല്ല. എവിടെയാണ്? പുതുച്ചേരി, പോണ്ടിച്ചേരിയാണ്. അപ്പോ അതാ കളിയാക്കലുകൾ എഴുന്നേറ്റ് വന്നു. അതാണ് മാഹി നേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചില്ലേ? മാഹി ജില്ല. അതാണ് പുതിയ നോളജ്. ഓക്കെ, പേര് നോട്ട് ചെയ്തില്ല? ഓക്കെ, ഇതുപോലത്തുള്ള വെറൈറ്റി ആൻസറും ക്വസ്റ്റ്യൻസ് ഇനിയും വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കട്ടെ. കുറേ നമ്മൾ ജനറൽ നോളജ് ചോദിച്ചു. അപ്പോൾ ഇനി ജസ്റ്റ് മാറ്റി പിടിക്കുകയാണ്. രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇസ്ലാമിൽ ഒരുപാട് പിന്നെ ശാസ്ത്രജ്ഞന്മാരുണ്ടെന്ന് കേട്ടു ഇല്ലേ? നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെട്ടൊരു ശാസ്ത്രജ്ഞന്റെ പേരെന്തായിരുന്നു? ഇബ്നു സീന. അവിസന്നാന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഇബ്നു സീന. അതല്ല ചോദ്യം. ചോദ്യം ഇതാണ്. മാത്തമാറ്റിക്സ് കേട്ടിട്ടുണ്ടല്ലോ? അൽജിബ്ര കേട്ടുക. അൽജിബ്ര മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ല, അൽജിബ്ര കേട്ടിട്ടുണ്ടോ? അൽഗോരിതം. ഈ അൽഗോരിതം അൽജിബ്ര ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത്തെ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഫാദർ ഓഫ് അൽജിബ്ര, ഫാദർ ഓഫ് അൽജിബ്ര അല്ലെങ്കിൽ ഫാദർ ഓഫ് അൽഗോരിതം എന്നറിയപ്പെട്ടതാര്? ഫാദർ ഓഫ് അൽജിബ്ര. സയൻസ് പഠിക്കുന്നവരില്ലേ? ഇല്ലേ? മാത്സ് അറിയുന്നവരില്ലേ? ഇല്ലേ? 5 ബോയ്സ് 5. മാഷാ അല്ലാഹ്. ഗേൾസ് 1 2. ഗേൾസിൽ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതലും എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? വെറുപ്പുള്ള വിഷയം. വെറുപ്പൊന്നല്ല, അതിലൊരുപാട് ഉപകാരങ്ങളുണ്ട്. ഓക്കെ, റെഡി? ഗേൾസ് ആൻസർ പറഞ്ഞു. അൽ അൽ ഫുള്ള് കേൾക്കില്ല. കാര്യവൈഹി. കാര്യമേഹി. ഓക്കെ. അൽ ബ്യൂട്ടിയ. അൽബിറൂനി. അൽബിറൂനി. ഓക്കെ, നെക്സ്റ്റ് ബോയ്സ്. അൽ ജസീറ. അങ്ങനെ മനസ്സിലുണ്ടോ? പൈതഗോറസ്. എന്താ പറഞ്ഞ? ഇബ്നു സീന. ഇബ്നു സീന മെഡിക്കൽ സയൻസ്. ഓക്കെ, ഇരിക്കെ. ആൻസർ ഈസ് ആരും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഏകദേശം എത്തിയിട്ടുണ്ട്, പക്ഷെ അതല്ല. പറ. യെസ്, അൽ ഖവാരിസ്മി. മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി. അറബിയിൽ ഖവാരിസ്മി എന്ന് പറയും, അല്ലെങ്കിൽ ഖവാരിസ്മി. അദ്ദേഹമാണ് ഫാദർ ഓഫ് അൽജിബ്ര. ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് ആരാ അറിയോ? ആര്യഭട്ട ഇന്ത്യയിലെ ഫാദർ ഓഫ് ആണ്. വേൾഡ് ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് ആരാ? അത് ചോദ്യമല്ല. അതും അറിയില്ലേ? ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വെച്ചിട്ടില്ലേ? ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? മാറ്റാനും പറ്റൂലല്ലോ. ഓക്കെ, ആരാ ഫാദർ ഓഫ് മാത്തമാറ്റിക്സ്? ആർക്കും അറിയില്ലേ? ആർക്കിമിഡീസ് എന്ന് കേട്ടുക. ആർക്കിമിഡീസ് ആണ് ഫാദർ ഓഫ് മാത്തമാറ്റിക്സ്. പോട്ടെ, എന്നാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു ഇസ്ലാമിക് ക്വസ്റ്റ്യൻ ആണ്, ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. ഖുർആനിൽ വീടുകളെ പറ്റി പറഞ്ഞിട്ടില്ലേ? വീടുകളെ പറ്റി. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക വീട് ഇപ്പം മനുഷ്യന്മാർക്ക് മാത്രമാണ് വീടുള്ളത്? അല്ല, മൃഗങ്ങൾക്ക് വീടുണ്ട് അല്ലേ? കാക്കക്ക് അതിൻ്റെ വീടില്ലേ? കൂട് നമ്മൾ പറയുന്നത് അതതിൻ്റെ വീടല്ലേ? അങ്ങനെ ഏറ്റവും ദുർബലമായ വീട് വളരെ ചാൻസ് ഇല്ല.
ഏറ്റവും ദുർബലമായ വീട് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ഏത് വീടാണ്? ഏറ്റവും ദുർബലമായ വീട് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. ക്ലൂ വേണോ? ക്ലൂ വേണോ? ക്ലൂ പറഞ്ഞാൽ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരാണ്. ആ ആൺകുട്ടികൾക്ക് ക്ലൂ വേണ്ട, അതാണ് അല്ലേ? ക്ലൂ വേണ്ടല്ലോ നിങ്ങൾക്ക്? 5 ഓക്കെ. ഇവിടെ 5 5 ഓക്കെ. ആൻസർ തേനീച്ചക്കൂട്. തേനീച്ചക്കൂട്. നംലി. നംല്, ഉറുമ്പ്. നംല് അറബി പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്യാത്തുള്ള മനസ്സ്. ഓക്കെ. 8 കാലി. സ്പൈഡർ. ഒരാള്. ഉറുമ്പ്. ബാക്കിയുള്ളവർ സ്പൈഡർ. അവിടെ തേനീച്ചക്കൂട്. ഒരാള് നേരത്തെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർക്ക് മറ്റേ ഖുർആൻ ഓതാത്തന്റെ മനസ്സ് പറഞ്ഞ ഏറ്റവും ദുർബലമായത് അത് കിട്ടിയത്. അതല്ല ആൻസർ ഏതാണ്? ഏതാ പറഞ്ഞോ? സ്പൈഡർ. അൻകബൂത്ത്, 8 കാലിയുടെ വീട്. ഇവിടെ ആരോ പറഞ്ഞല്ലോ, ബോയ്സ് ആരോ ഉണ്ട്, ഗേൾസ് എല്ലാവരും സെയിം ഒന്നും അല്ല. 8 കാലിയുടെ വീടിനെ പറ്റിയിട്ടാണ് ഖുർആനിൽ ഏറ്റവും ദുർബലമായ വീട്. ബോയ്സ് ഉണ്ട്, ഒരാളുണ്ട്. നോട്ട് ചെയ്തില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തേനീച്ചന്റെ കൂടെ ഒക്കെ ഇത്ര സ്ട്രോങ് ഇല്ലാത്തതാ? സ്ട്രോങ് ഇല്ലേ? 8 കാലിൻ്റെ വീട് നമ്മളിങ്ങനെ അറിയാണ്ട് തട്ടിപ്പോയ പൊട്ടിപ്പോലെ. ഓക്കെ, അടുത്ത ചോദ്യം പോട്ടെ. ഇപ്പൊ എത്ര ചോദ്യമായി? 8 ചോദ്യമില്ലേ? ഓക്കെ, നമ്മളെ സമയത്ത് 10 ചോദ്യം കഴിച്ച് ഇപ്പൊ തൽക്കാലം നിർത്തും. പിന്നെ നമുക്ക് അവസരം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം? ഓക്കെ, പിന്നെ നടത്താം. ഓക്കെ, അടുത്ത ചോദ്യം. ലോകത്തിലെ, അതല്ല നിങ്ങൾക്ക് ഇഷ്ടം, ലോകത്തിലെ ഏറ്റവും വലുത് ഏറ്റവും ചെറുത് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്, ടഫാണോ ക്വസ്റ്റ്യൻ? ടഫാണോ? എന്നാ ടഫാണെങ്കിൽ ഏറ്റവും വലിയ അറിയാം, എയർപോർട്ടിന്റെ പേരറിയാം? പേര് ഓക്കെ, പേരറിയുന്ന ആൺകുട്ടികളുണ്ട്, അപ്പൊ എനിക്ക് ക്ലൂ തരാൻ പറ്റൂല. ഓക്കെ, എന്നാലേ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, പറഞ്ഞ ആൻസർ തെറ്റാണെങ്കിൽ. ഗേൾസ് ആരുമില്ല? ഉണ്ട്. ഓക്കെ, പറഞ്ഞു ആൻസർ. കിങ് ഫഹദ്. നെക്സ്റ്റ്. കൊച്ചി. ഖത്തർ. ജിദ്ദ എയർപോർട്ട്. ഫർഹ. കിങ് ഫഹദ്. സിംഗപ്പൂർ. ഖത്തർ. ആംസ്റ്റർഡാം. 3 ആളുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എഴുതാൻ പറയാൻ വിചാരിക്കുകയായിരുന്നു, പക്ഷേ ആൻസർ വന്നു. ബോയ്സ് ആണ് അതിൽ ഉഷാർ. കിങ് ഫഹദ് എയർപോർട്ട് ദമ്മാമിലെ, സൗദി അറേബ്യയിലെ ദമ്മാമിലെ, ജിദ്ദ എയർപോർട്ട് അല്ല, കിങ് ഫഹദ് എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്. ഏറ്റവും വലിയ വലുപ്പത്തിൽ. നമ്പർ 1 ഒക്കെ വേറെ ഉണ്ട്, ആംസ്റ്റർഡാമിലൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. ഏറ്റവും വലിയ എയർപോർട്ട് കിങ് ഫഹദ് എയർപോർട്ട്, ദമ്മാമിലെ കിങ് ഫഹദ് എയർപോർട്ട്, സൗദി അറേബ്യ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം ജനറൽ നോളജ് വേണോ ഇസ്ലാമിക് വേണോ? ഏതാണ്ട് ഇസ്ലാമിക് അല്ലേ? ഓക്കെ, എന്നാ ചോദ്യം ഇതാണ്. നമുക്ക് ജനറൽ നോളജിലേക്ക് പോവാം. രണ്ടുണ്ട്, പക്ഷെ ഇത് കുറച്ച് രസമുള്ള ചോദ്യം. കേരളത്തിൽ ഏറ്റവും, ഇത് ആൻസർ കിട്ടിയില്ലെങ്കിൽ കുറച്ച് മോശം കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഓൾറെഡി എണീറ്റുന്നു.
അത് പറ്റില്ല. ആദ്യം എണീക്കുന്ന 5 ആള്. നോട്ട് ചെയ്തില്ല 5. പത്താക്ക് കൊടുത്താൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പത്താക്ക് കൊടുത്താൽ 5 ആളില്ലേ? ഇത് 5 അല്ലല്ലോ, ഒരുമിച്ച് വന്ന ഇത് ചെയ്യാൻ പറ്റൂല, റീകോൾ ചെയ്യാൻ പറ്റൂല. നമുക്ക് ചോദ്യം ക്യാൻസൽ ആക്കല്ലോ. അത്ര സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. മൈന്യൂട്ട്. ആരാണ് സെക്കൻഡുകൾക്ക് മുമ്പ് എണീറ്റത്? ഓക്കെ, തൽക്കാലം പരിഗണിക്കാം. എന്നാ ഇവിടെ എണീറ്റ് നിന്നോ. ആ ഒരുമിച്ച് എണീറ്റുന്ന ആൾക്കാരില്ലേ? ആ 2 പേര്. ആ ഓക്കെ. അല്ല, 1 പോയിന്റ് മാത്രമേ കിട്ടും. ഓക്കെ, നിൽക്കുന്നവർ ആൻസർ പറയും. ഏതാ? മുഴപ്പിലങ്ങാടാ? മുഴപ്പിലങ്ങാട്. എല്ലാവരും മുഴപ്പിലങ്ങാട് എഴുതിയ? ഇതാ ഇത്ര സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ്. മുഴപ്പിലങ്ങാട് അല്ലാത്ത ആരും എഴുതിയാ? കോഴിക്കോട് കാപ്പാട് ബീച്ച്. എങ്കിൽ ആൻസർ മുഴപ്പിലങ്ങാടാണ്. ഓക്കെ, മുഴപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ചിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഏഷ്യയിലെ തന്നെ ഡ്രൈവിംഗ് ബീച്ച് അറിയപ്പെടുന്ന ബീച്ചാണ് ഇത്, മുഴപ്പിലങ്ങാട് ബീച്ച്. എത്തിയില്ലേ? ഓക്കെ, അവസാനിപ്പിക്കാം. ഒന്ന് നമുക്ക് എന്ത് പുറത്തിറങ്ങണ്ടേ? ഇവിടെ തന്നെ കുത്തിരുന്ന ശരിയാവാ? ഇല്ല, കയ്യും കാലൊക്കെ ഒന്ന് ഇളക്കണം അല്ലേ? കയ്യും കാലം ഇളക്കാൻ ഏറ്റവും നല്ല നിസ്കാര അല്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നിർദ്ദേശങ്ങൾ റിയാസ് നൽകും.